പാർട്ട്നേഴ്സിനെ ചെലവ് കുറയ്ക്കാൻ വേണ്ടി ഒരു കമ്പനിയിൽ പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വിദേശ രാജ്യങ്ങളിൽ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇനീഷ്യലിലുള്ള ഒരു എക്സ്പെൻസ് ഉണ്ട് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ. അപ്പോൾ അത് ഒരു കോസ്റ്റ് സ്റ്റാർട്ടപ്സ് എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ അവിടെ അവർ എന്ത് ചെയ്യും, മറ്റൊരു ബിസിനസ് പ്ലാൻ ചെയ്ത ആളെന്ന് കൂടി ആ കമ്പനിയിൽ പാർട്ട്നേഴ്സ് ആക്കും. അപ്പോൾ എന്താ, ലൈസൻസിന്റെ എക്സ്പെൻസ് രണ്ടാൾ കൂടി ഡിവൈഡ് ചെയ്യുന്ന രീതിക്ക് എക്സ്പെൻസ് ഒന്നുകൂടി കുറഞ്ഞു കിട്ടും. പക്ഷെ അതിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരാളെ പാർട്ട്നേഴ്സ് ആക്കുമ്പോൾ ഗവൺമെന്റിന്റെ കണ്ണിൽ എല്ലാവരും തുല്യ പാർട്ട്നേഴ്സ് ആണ് ഒരു കമ്പനിയിൽ. ആ കമ്പനിയിലുള്ള ഒരു പാർട്ണർ കമ്പനിയുടെ ചെക്ക് എവിടെയെങ്കിലും സൈൻ ചെയ്ത് കൊടുത്തു ഫോർ എക്സാമ്പിൾ, അതല്ലെങ്കിൽ കമ്പനിയുടെ ലെറ്റർ ഹെഡിൽ മറ്റ് എന്തെങ്കിലും ഗ്യാരണ്ടി കൊടുത്തു, നാളെ ആ പാർട്ണർ മുങ്ങി, കേസ് വരുമ്പോൾ കമ്പനിക്ക് എതിരാണ് കേസ് വരിക. അപ്പോൾ അവിടെ നോക്ക് ആ രാജ്യത്ത് അവൈലബിൾ ഉള്ള പാർട്ണർ ആരാണെന്നുള്ളതാണ്. നേരെ അവരെ പിടിക്കും, അവർ ഉള്ളിൽ ലോക്കാവും. അപ്പോൾ നമ്മൾ എക്സ്പെൻസ് കുറയ്ക്കാനാണ് ആ പാർട്ണർ എടുത്തിട്ട് എന്ന് പറയുന്നത് അതിൽ കാര്യമില്ല. കാരണം ഗവൺമെന്റിന്റെ ആണെങ്കിൽ ഒരു കമ്പനിയാണ്, കമ്പനിയുടെ പാർട്ണേഴ്സാണ്. ഒരു പാർട്ണർ ഒരു കമ്പനിയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ആ പാർട്ണർ തന്നെ മിനിസ്ട്രിയിൽ വന്നെങ്കിൽ സൈൻ ചെയ്ത് കൊടുക്കണം, ഞാൻ ഷെയർ ഇന്ന ആൾക്ക് വിൽക്കുകയാണെന്ന് പറഞ്ഞ് മിനിസ്ട്രിയിൽ ഗവൺമെന്റിന്റെ ഓഫീസേഴ്സിന് മുമ്പിൽ വന്ന് അവർ സൈൻ ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ ബിഹാഫ് ഓഫ് അവർ പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ട് ബിഹാഫ് ഓഫ് അടുത്ത മറ്റൊരാൾ അവർക്ക് പകരമായിട്ട് വരണം. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ആ പാർട്ട്നേഴ്സിനെ ഒഴിവാക്കാനും കഴിയില്ല. ഇനി ഈവൻ നമുക്ക് ആ കമ്പനിയിൽ നിന്ന് ഒഴിവായി നമുക്ക് വേറെ സ്വന്തം കമ്പനി ഇടണമെങ്കിൽ നമ്മൾ ഷെയർ എടുക്കണ്ടേ. അപ്പോൾ അത് എടുക്കണമെങ്കിൽ അവരും വന്ന് സൈൻ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ടോട്ടലി അങ്ങ് ലോക്കായി പോകും.